ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതാ എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടോ പിടയ്ക്കുന്ന മീനാട്ടോ. ഇപ്പം അതാ ചേട്ടായി പുഴയിൽ നിന്ന് ചൂണ്ടലിട്ടാണ്ട് പിടിച്ചുകൊണ്ട് വന്ന മീനാട്ടത്. ചെമ്പല്ലിയാണേ. അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കിത് ഗ്രില്ല് ചെയ്യാം, വൈകുന്നേരം ഗ്രില്ല് ചെയ്യാം, ഈ നന്നാക്കിയാണ്ട് ഫ്രിഡ്ജിൽ മസാലയൊക്കെ തേച്ച് വെക്കുകയെന്ന് പറഞ്ഞാണ്ട് മൂപ്പര് പിന്നെയും പുഴയിൽ പോയതാണ്. അപ്പം ഞാനിത് നന്നാക്കാനിരുന്ന് കത്രികയും ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ എന്തൊരു ബലമാണെന്നറിയോ. ഇതിങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങണ മീൻ പോലെ അല്ലല്ലോ, ഇത് ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഇങ്ങനെ നന്നാക്കാനില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ എൻ്റെ കൈ മുറിയൊക്കെ ചെയ്തിട്ട് നന്നാക്കിയിട്ട് പിന്നെ എനിക്ക് തല എടുക്കാനേ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തല ഒഴിവാക്കി. പിന്നെ അത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂട്ടിയുണ്ട് നല്ലോണം പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് പോയതാട്ടോ. എത്തിയപ്പോഴത്തേനൊക്കെ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന് ഗ്രില്ല് ചെയ്യലായി. ചേട്ടായി തന്നെ അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കി കനലൊക്കെ റെഡിയാക്കാൻ കേട്ടോ. ഒരു മോളുണ്ട് അതിൻ്റെ മുന്നിൽ തന്നെ കേട്ടോ. ഓള് പിന്നെ നമ്മൾ അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ ഓളും ഉണ്ടാവും ഏറ്റവും മുന്നിൽ. അങ്ങനെ ഉഷാറായിട്ട് ഗ്രില്ലിങ് പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മോൾ അറിയാം എനിക്ക് വേണം പപ്പാ എന്നും പറഞ്ഞിട്ട് പിന്നെ ചേട്ടായി ഓളെ കൊണ്ടും ബ്രഷ് ചെയ്യിക്കാൻ കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് എത്താത്ത കാരണം പിന്നെ അടുപ്പിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നാണ്ടാണ് ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ഗ്രില്ല് ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്ത് ഫിഷ് കഴിക്കുന്നത് കേട്ടോ. സംഭവം എന്തായാലും സൂപ്പറായിരുന്നു. അതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അവസാനം.